ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടിക്ക് അടുത്ത് കോട്ടയിലാണ്. കോട്ടയിൽ ഫ്രണ്ട്സ് ഓട്ടോ ഹബ്ബ്, അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്, ബിജു. നിരവധിയായുള്ള വാഹനമുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ള പ്രൈസ്, നമ്മുടെ ഇപ്പോൾ ഒരു കുറച്ച് പൈസയേ ഉള്ളൂ, ആ പൈസയ്ക്ക് നല്ലൊരു വണ്ടി ഇവിടെ കിട്ടും. ഇപ്പോൾ ബിജു എൻ്റെ അടുത്തുണ്ട്. ബിജു, ഇത് BMW ആണ്. ഇത് എത്ര മോഡൽ എത്രയാണ്? ഇത് 2013 മോഡലാണ്. എങ്ങനെയാണ് ഈ വണ്ടിയൊക്കെ ഈ റീസണബിൾ ആയിട്ടുള്ള വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്? റീസണബിൾ നമ്മൾ അങ്ങനെ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ രീതിയിലുള്ള ലാഭം എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ചെറിയ ലാഭം എടുക്കണുള്ളൂ നമ്മൾ. അപ്പോൾ ഈ വണ്ടിയൊക്കെ തട്ടുമുട്ടുണ്ടോ? അങ്ങനെയാണ്? തട്ടുമുട്ടൊന്നുമില്ല, നല്ല ക്ലീൻ വണ്ടിയാണത്. അപ്പോൾ പെട്രോളാണല്ലേ? അല്ല, ഡീസലാണ്. എത്ര മൈലേജ് ഉണ്ട്? ഇത് 13 മൈലേജ് കിട്ടുന്നുണ്ട്. 13. ഇത് എത്ര ഇപ്പോൾ റേറ്റ് വരുന്നത്? റേറ്റ് 7 ലക്ഷം രൂപ. 7 ലക്ഷം. ലോൺ കിട്ടും? ലോൺ കിട്ടും. ലോൺ ഇത് നമുക്കൊരു 50,000 രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അവർക്ക് ഡെലിവറി കൊടുക്കാവുന്ന രീതിയിൽ ലോൺ കിട്ടും. അപ്പോൾ ഈ വണ്ടി ഫീൽഡിൽ എത്ര നാളായി ഇപ്പോൾ? ഞാൻ ഒരു 25 വർഷമായിട്ട് വണ്ടി ഫീൽഡിലുണ്ട്. ഇപ്പോൾ എന്തായാലും സിനിമാ രംഗത്തൊക്കെ ഒത്തിരി കലാകാരന്മാരുണ്ട്, ആർട്ടിസ്റ്റുകൾ. അവരൊക്കെ ഒരു സംസാര വിഷയമാണ് ബിജുവിൻ്റെ ഈ വണ്ടികളെ കുറിച്ചിട്ടുള്ള വീഡിയോ കണ്ടിട്ട് പറഞ്ഞു. അവരൊക്കെ വലിയ താല്പര്യമാണ് വരണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ബിജുവിൻ്റെ ഇവിടെ 2 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ പടിയത്തിലെ കുറ്റിക്കാടനും ആടുതോമയാണ്. നമുക്കവരെ കണ്ടാലോ? കാണാം. ഓക്കെ, വരും. ഹലോ ജോബി, നമസ്കാരം. നമസ്കാരം. ജോർജ് ചേട്ടാ. നമസ്കാരം. ഇത് ബിജു ആണ്. ബിജു, വെൽക്കം. ഇരിക്കേ. അപ്പോൾ നമ്മളെ ആടുതോമയാണ് ഇരിക്കുന്നത്. ബിജുവിൻ്റെ ഷോറൂമിലാണ്. ജോർജേട്ടനെ ഒത്തിരി വണ്ടി ഭ്രാന്തുള്ള ആളാണ്. നേരത്തെ തുടക്കത്തിൽ ആദ്യത്തെ സിനിമയിൽ ഏത് വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്? ആദ്യത്തെ സിനിമയിലെ ടാറ്റ എസ്റ്റേറ്റ്. എത്ര കൊല്ലം ഉപയോഗിച്ചത്? ടാറ്റ എസ്റ്റേറ്റ് ഞാൻ 8 കൊല്ലം ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നു കൂടുതൽ ജീവിതത്തിൽ കൂടുതൽ ജീപ്പിലാണ് സഞ്ചാരം. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ പോലീസ് വേഷമാണല്ലോ ചെയ്തിരുന്നത്. അതാ, പോലീസ് വേഷം ചെയ്യുമ്പോഴൊക്കെ ജീപ്പിൽ കയറാൻ പറ്റത്തില്ല. ഈ സ്പടിയം എന്നുള്ള സിനിമയിലെ ക്ലൈമാക്സ് രംഗത്ത് പാറമടയിൽ ജീപ്പ് കാലിക്കൂടെ കയറ്റുന്നൊരു ഇത് കേട്ടല്ലോ, അതെങ്ങനെയായിരുന്നു? അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത്. ആക്സിഡൻ്റ് ഒക്കെ സ്വാഭാവികമാണ്. നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആകസ്മികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് സംഭവം വാണ്ടല്ലൂർ എന്ന് പറഞ്ഞൊരു പാറമടയാണ്, ചെന്നൈയിലാണ്. അപ്പോൾ ഞാൻ 10 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടണം. മോഹൻലാൽ പാറമടയിൽ നിന്ന് വണ്ടി ഓടിച്ച് ജീപ്പ് ഓടിച്ച് സ്ട്രൈറ്റ് വരുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് മാറണം. അതാണ് ഷോട്ട്. പക്ഷേ ഞാൻ ചാടി, എനിക്കൊന്നും സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ല. വണ്ടിക്ക് സ്പീഡ് കൂടുതലായിരുന്നു. ഞാൻ ഭയങ്കര സ്ലോ ആയിരുന്നു. പക്ഷേ ജീപ്പിൻ്റെ നേരെ ചെങ്കിന് നേരെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് മാറി. എൻ്റെ കാലിൽ കൂടി ജീപ്പ് കയറി ഇറങ്ങിപ്പോയി. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഷൂട്ട് ആ ഷോട്ട് കഴിയുമ്പോൾ ഞാൻ എന്നിട്ട് ഓടുകയും ചെയ്തു. അതായിരുന്നു ഷോട്ട്. അപ്പോൾ ലാലേട്ടൻ എന്തായിരുന്നു പ്രതികരണം? ലാല് ആദ്യം ഒന്ന് പേടിച്ചു പോയി. എൻ്റെ പുള്ളിക്കൊരു പാനിക്കായി. എന്നോട് ചോദിച്ചു കുഴപ്പമില്ലുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൊല്ലാൻ പൂക്കോയി ലോറി ബോംബ് വെച്ചത്. പൂക്കോയിയോ? മകനെ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളാണെന്ന് ഞാൻ പറയുന്നു. വണ്ടിയിൽ ബോംബ് വെപ്പിച്ചത് പൂക്കോയി നിങ്ങൾ കൂടിയാ. സാർ, ഞാൻ എന്തിനു മകനെ കൊല്ലണം? ജോബി മോഹൻലാലിൻ്റെ വേഷം ചെയ്യുന്ന ആളാണ്, ഡ്യൂപ്പായിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് ഷോയിൽ ലാലേട്ടൻ്റെ ഡ്യൂപ്പായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒത്തിരി പരസ്യങ്ങളിലൊക്കെ ഉണ്ട്. ജോബി, കുട്ടിക്കാരൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, പടിയത്തിലെ കുട്ടിക്കാരൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അതായത് ഞാൻ മോഹൻലാലിൻ്റെ ഡ്യൂപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. 15-20 വർഷത്തിനടുത്തായി. മോഹൻലാലിൻ്റെ ഡ്യൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഡ്യൂപ്പ് ചെയ്യുന്നുണ്ട്. സ്ഫടികത്തിലെ ആടുതോമ ചെയ്താലാണ് അത് ഒരു ഓഡിയൻസ് രജിസ്റ്റർ ആവുള്ളൂ. വേറെ ഏത് ഫിഗർ രജിസ്റ്റർ ആവില്ല എന്നല്ല. പക്ഷേ ആടുതോമയ്ക്ക് കിട്ടുന്നൊരു കയ്യടി ഉണ്ടല്ലോ,
അതിന്നും ഏത് ഫിഗർ ചെയ്താലും മോഹൻലാലിൻ്റെ ഒരുപാട് ഫിഗറുകളുണ്ട്. പുലിമുരുകൻ വന്നിട്ട് പോലും ആടുതോമയുടെ വെള്ളി കയറില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് അതിന് ശേഷം ആടുതോമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഈ കുട്ടികളടക്കം ഏറ്റെടുത്തൊരു ഫിഗറാണ് പുലിമുരുകൻ. പക്ഷേ ആടുതോമ ചുവന്ന ഷർട്ടും ബ്ലാക്ക് ബനിയനും കൂളിംഗ് ഗ്ലാസും റൈബൺ ഗ്ലാസും ട്രൗസറും മുണ്ടൊക്കെ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ ഓക്കെയാണ്. നീ SI സോമശേഖരൻ ഇടിച്ച് കണറ്റിലിട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് എന്നെ മനസ്സിലായല്ലോ. നിന്റെ നല്ല പ്രായത്തിൽ കുത്തി നടക്കാൻ ഈ വടിയിരിക്കട്ടെ. നല്ല പ്രായത്തിൽ നീ തന്നെ കുത്തി നടന്നാ മതി. നിന്റെ പുത്തൻ റേബൻ ഗ്ലാസ് ഇത് ചവിട്ടി പൊട്ടിച്ച് നിന്റെ കാലയും വിട്ടു. മലയാള സിനിമയിൽ ഇത്രയും പേടിപ്പിച്ച വില്ലന്മാരിൽ ഒരാളാണ് കീരിക്കാടൻ ജോസും കുറ്റിക്കാടനും. പക്ഷേ കിരീടത്തിലെ കീരിക്കാടനും സ്ഫടികത്തിലെ കുറ്റിക്കാടനും. ജോർജ് ചേട്ടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, തൃശ്ശൂർ ചാലക്കുടിയിലൊരു ഫ്രണ്ട്സ് ഓട്ടോ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വണ്ടികൾ, നല്ല വണ്ടികൾ വില കുറഞ്ഞ് കിട്ടുന്ന ഒരു സ്ഥാപനം തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ ഈ ഫ്രണ്ട്സ് ഓട്ടോ ഹബ്ബാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമുള്ളതാണ്, എൻ്റെ സുഹൃത്തുക്കളുടെയാണ്, അപ്പോൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്ക് ഈ വണ്ടി ഈ ഫോർച്യൂണർ പുള്ളി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്നോവയാണ്. ഫോർച്യൂണർ പുള്ളിയുടെ ബ്രദറിന് വേണ്ടിയിട്ട് ഒന്ന് മേടിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ അത് കൂടി നോക്കാം. കുറേ സ്ഥലത്ത് പോയി, പക്ഷേ എന്ന് പറഞ്ഞ് വേണ്ട ഇങ്ങോട്ട് പോണ്ട, എനിക്ക് ഞാൻ കേട്ട സ്ഥലമാണ് അവിടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. ജോർജ് ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ? എനിക്ക് വണ്ടികളിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഇന്നോവയാണ്. കൂടുതൽ ലെഗ് സ്പേസ് ഉണ്ട്, കുറച്ച് കംഫർട്ടബിളാണ്. ഓടിക്കാൻ ഓട്ടോമാറ്റിക് വണ്ടികൾ എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ടൊയോട്ടയുടെ ഫോർച്യൂണർ എനിക്ക് ഇഷ്ടമാണ്. ഇതിപ്പോൾ എന്തായാലും എടുക്കാൻ തീരുമാനിച്ചല്ലോ? ഇത് നമ്മൾ തീരുമാനിച്ചു, എൻ്റെ സുഹൃത്തിനു വേണ്ടി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ വണ്ടിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ വീട് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ വാസസ്ഥലം യാത്ര ചെയ്യുമ്പോൾ കാറാണ്. അപ്പോൾ കാറ് യാത്ര ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കണം. പിന്നെ അതിനകത്ത് സേഫ് ആയിരിക്കണം. ലൈഫിൻ്റെ ഒരു ഭാഗം നമ്മൾ വണ്ടിയിലാണ് ചിലവഴിക്കുന്നത്. കുടുംബം കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയം കഴിഞ്ഞ് ബാക്കി യാത്ര ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ എത്രയോ മണിക്കൂർ, 5, 6, 10, 12 മണിക്കൂറൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ കാറിലാണ്. അപ്പോൾ കാറെന്ന് പറയുന്നത് നമുക്ക് ഒരു സെക്കൻഡ് വാസസ്ഥലമാണ്. അപ്പം അത് കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മൾ പോകുന്ന സ്ഥലങ്ങളും സേഫ് ആയിരിക്കണം, വണ്ടി സേഫ് ആയിരിക്കണം, ഉറപ്പുള്ള വണ്ടി ആയിരിക്കണം. അതൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ബിജുവിൻ്റെ വർക്ക്ഷോപ്പ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിനെ പറ്റി ഞാൻ കേട്ടു. അത് ഇപ്പോൾ ഞാൻ ഒരു വണ്ടി നോക്കാൻ വന്നതാണ്. ഒരു ഫോർച്യൂണർ ഉണ്ട്, 2016 മോഡലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ്. അപ്പോൾ പൊതുകൊണ്ട് നമുക്ക് വണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട പല കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ സേഫ്റ്റി, രണ്ടാമത് സെക്യൂരിറ്റി, ഇതെല്ലാം നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ റിലയബിൾ ആയിരിക്കണം, മേടിക്കുന്ന ആൾ വിശ്വസ്തനായിരിക്കണം. അപ്പോൾ നമുക്ക് ബിജുവിനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് നമുക്ക് കളിപ്പ് പറ്റത്തില്ല. അതുകൊണ്ട് വിശ്വസിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായും ഒരുപാട് വണ്ടികളുണ്ട്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ ബിജുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയാണ് ഇത് നടത്തുന്നത്. തീർച്ചയായും ഇനിയും വണ്ടികൾ ആവശ്യം വരും. അപ്പോഴൊക്കെ നമ്മൾ ബിജുവിനെ സമീപിക്കുകയായി. വണ്ടികൾ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് വണ്ടികൾ പർച്ചേസ് ചെയ്യുക. അതിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ RC, മറ്റു കാര്യങ്ങളെല്ലാം വ്യക്തമായി നോക്കിയിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യണത്. പിന്നെ ലാഭം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് വില കുറവിന് ഒരാൾ വണ്ടി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് പർച്ചേസ് ചെയ്യാറില്ല. അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ട്രാപ്പുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയുള്ള വണ്ടികൾ ഞങ്ങൾ എടുക്കാറില്ല. അതൊക്കെ എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ലാഭം കൂടുതൽ കിട്ടും. പക്ഷേ ഞങ്ങൾ അങ്ങനത്തെ ബിസിനസ്സിൽ ചെയ്യാറില്ല. എവിടെ വരെ കേരളത്തിലെ ഞങ്ങൾ ഓൾ കേരള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടും വണ്ടികൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വണ്ടി ഇവിടെ നിന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഡെലിവറി അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക്. എല്ലാ സൗകര്യങ്ങളും. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഞാൻ ഈ ഫീൽഡിലേക്ക് ഇപ്പോൾ വന്നിട്ടൊരു 8 വർഷമായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് മുന്നേ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഗൾഫിലായിരുന്നു. അതിന് ശേഷം വീണ്ടും ഇവിടെ ഇത് ചെയ്ത് തുടങ്ങി. വലിയ വണ്ടി തന്നെ, ഇങ്ങനത്തെ വണ്ടി, ഗുഡ്സ് വണ്ടികളെ ചെയ്യാറ്. നല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കും, അത് കൊണ്ടുപോയി ശരിയാക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ടല്ലേ? ബോഡി വർക്ക്ഷോപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. മെക്കാനിക്ക് പുറത്ത് ചെയ്താലും ബോഡിയിൽ പണി ചെയ്യാൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ ഞങ്ങൾ കൊണ്ടുപോയി വണ്ടി ബോഡിപ്പണി നല്ല വൃത്തിയാക്കി ചെയ്യും. ജോയിച്ചേട്ടാ, എങ്ങനെ നിങ്ങൾ 4 പേര് ഒരുമിച്ച് ഇങ്ങനെ സെറ്റപ്പിലേക്ക് എത്തി? ഞങ്ങളൊക്കെ വളരെ സഹകരിച്ചു പോകുന്നവരാണ്. അതെ അതെ. കുറച്ച് കാലങ്ങളായിട്ടൊക്കെ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് തന്നെ ചെയ്തിരുന്നു. ഞാൻ കച്ചവടമൊക്കെ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞ ഒരു 40 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. 40 വർഷം. തുടക്കത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അധികം കച്ചവടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ വീണ്ടും തുടങ്ങും. ഞാനിപ്പോൾ ഒരു വണ്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എല്ലാ ഭാഗം കംപ്ലീറ്റ് പണിതിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ ആദ്യം കൊണ്ട് മെക്കാനിക്ക് ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തീർക്കും.
പിന്നെ ഇലക്ട്രീഷ്യൻ്റെ വർക്ക് ഞാനൊരു ഇലക്ട്രീഷ്യൻ വർക്ക് കൂടി ആണ്. അപ്പോൾ ഇലക്ട്രീഷ്യൻ്റെ വർക്കൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യും. ഇപ്പോൾ ചെയ്തില്ല. പിന്നെ ബാച്ച് വർക്ക്, പെയിൻറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വണ്ടികളിലെ കറ തീർത്ത് പണികളൊക്കെ തീർത്തിട്ടാണ് ഞാൻ കൊടുക്കാറ്. ഈ പേപ്പറിലൊക്കെ എത്ര ദിവസം തൊട്ട് സുതാര്യമായിട്ട് കൊടുക്കാൻ പറ്റും? സെയിൽ ചെയ്യണ ആ ഡേറ്റിൽ തന്നെ നമ്മൾ പേര് മാറാൻ അപ്ലിക്കേഷൻ കൊടുക്കും. ഫീസ് അടച്ചിട്ടാണ് നമ്മൾ വണ്ടി ഇവിടുന്ന് പുറത്തേക്ക് തന്നെ ഇറക്കുന്നുള്ളൂ. നമ്മൾക്ക് ഈ വണ്ടി തരുന്ന ആൾക്കാർ നമ്മളെ വിശ്വസിച്ചിട്ടാണ് തരുന്നത്. ഇനിയിപ്പോൾ ഓതറൈസേഷൻ അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ രീതിയിലൊക്കെ ആവുമെന്ന് പറയുന്നുണ്ട്. അത് ഇപ്പോൾ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് വണ്ടി സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അന്ന് തന്നെ ഫീസ് അടച്ചിട്ടാണ് നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കുന്നത്. ഒരു കസ്റ്റമർ നമ്മളെ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സർവീസും, സത്യം പറഞ്ഞാൽ 24 മണിക്കൂറും നമ്മൾ സർവീസ് ചെയ്യാൻ സന്നദ്ധമായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് ഞങ്ങൾ 4 ആളും കൂടി ചെയ്യുന്നത്.